ബൗദ്ധിക ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS നേതാവ് KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിൽ വ്യാപക പ്രതിഷേധം. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി തടസ്സപ്പെടുത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ അധികൃതർ തന്നെ നിർവഹിക്കുകയായിരുന്നു. 1,25,00,000 രൂപ ചെലവിട്ടാണ് പാലക്കാട് നഗരസഭ ബൗദ്ധിക ഭിന്നശേഷിക്കാർക്കായി നൈപുണ്യ വികസന കേന്ദ്രം നിർമ്മിക്കുന്നത്. എന്നാൽ ഈ കേന്ദ്രത്തിന് RSS നേതാവായ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള നഗരസഭയുടെ നീക്കം സമ്മതിക്കില്ലെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി നിർമ്മാണോദ്ഘാടനം തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ തൊട്ടുപിന്നാലെ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരും നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തി. ഉദ്ഘാടന വേദി അടിച്ചു തകർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ RSS നേതാവിന്റെ പേരുള്ള ശിലാഫലകം എറിഞ്ഞുടച്ചു. ഇന്ന് ഹെഡ്ഗേവാറാണ്, നാളെ സവർക്കറാണ്, മറ്റന്നാൾ ഗോഡ്സെയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തെ ആകെ RSS എപ്രകാരമാണ് വളച്ചൊടിക്കുന്നത്. ആ രീതിയിൽ ഈ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത, രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയുമില്ലാത്ത ഒറ്റുകാരുടെ സംഘത്തിന്റെ ജന്മം നൽകിയ ഈ ഹെഡ്ഗേവാറിന് നാമധേയം ഇവിടെ നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിഷേധത്തിനിടെ ഭിന്നശേഷിക്കാർക്കായുള്ള നൈപുണ്യ വികസന ഡേ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. നല്ല രീതിയിൽ പോകുന്ന ഒരു നഗരസഭയെ താറടിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിച്ച UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ. ഇത് കണ്ടൊന്നും എന്റെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ പേടിക്കില്ല. ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാലക്കാട് നഗരസഭ സ്ഥാപിച്ചു തരും. നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര് നൽകുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കാരണം ഇതിനകത്ത് ബേസിക് വയലേഷൻസ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കണമെന്ന് പറയുന്നത് അടക്കമുള്ള ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസും പരാതി കൊടുക്കുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.